എൻ്റെ പേര് ജോൺസൺ. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ ജൂലൈ 8-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഇനി 3 മാസം ആയിട്ടില്ല. അടുത്ത 8-ാം തീയതി വരുമ്പോഴത്തേക്കിന് 3 മാസം ആവത്തുള്ളൂ. ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് വരാനുള്ള സാധിച്ചിട്ടില്ല. അതിനുള്ള താല്പര്യം, ഇൻട്രസ്റ്റ് എനിക്ക് വന്നില്ലായിരുന്നു. പക്ഷേ പ്രതികൂലങ്ങൾ, ജോലിയിൽ ഒരുപാട് പ്രതികൂലങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. ഞാൻ 29 വർഷമായിട്ട് ഒരു ഗാർമെൻറ്റ് ഇൻഡസ്ട്രിയിലാണ് ജോലി ചെയ്യുന്നത്. എങ്കിലും കഴിഞ്ഞ 2-2.5 വർഷക്കാലമായിട്ട് ഞാൻ ഒരുപാട്, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രതികൂലങ്ങളായിരുന്നു ജോലിയിലുണ്ടായിരുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ജൂൺ 2-ാം തീയതി ഞാനൊരു സ്വപ്നം കാണുന്നത്. ആ സ്വപ്നം കാണുന്നത് മാതാവിൻ്റെ രൂപമാണ് കാണുന്നത്. പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് മാതാവാണെന്ന്. കാരണം തലയിൽ കിരീടവും എല്ലാം ധരിച്ചിട്ടുണ്ട്, മാതാവിൻ്റെ രൂപം തന്നെ. പക്ഷേ കളറ് എന്നെ സംബന്ധിച്ചൊരു ഇരുണ്ട കളറായിരുന്നുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിശ്വസിച്ചില്ല. എന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ജോലിയിൽ പ്രതികൂലങ്ങളും പല പല പ്രശ്നങ്ങളും ഭവനത്തിലുണ്ടാകുന്ന സമയത്ത് എൻ്റെ അടുത്ത് എൻ്റെ നാട്ടിലുള്ളവരൊക്കെ വിളിച്ചു പറഞ്ഞു, അതുപോലെ റിലേറ്റീവ്സൊക്കെ വിളിച്ചു പറഞ്ഞു, ഒന്ന് കൃപാസനത്തിലൊന്ന് പോയിട്ട് വരാൻ. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞ ജൂലൈ 8-ാം തീയതി ഉടമ്പടി എടുത്തതിന് ശേഷം അന്ന് അവിടെ അച്ഛൻ പ്രസംഗിക്കുന്ന കേട്ടപ്പോഴാണ് മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. ഇരുണ്ട നിറത്തിലാണ്, ഗ്രേ സിൽവർ കളറിലാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഓർത്തു, എൻ്റെ മാതാവ് തന്നെയാണ് എൻ്റെ അടുത്ത് വന്നതും. അത് കണ്ടത് ഞാൻ എൻ്റെ വീട്ടിൻ്റെ തെക്കോട്ടുള്ള വാതിലിൽ നിന്നുകൊണ്ട് തെക്കോട്ട് വിളിക്കുന്നതായിട്ടാണ് കണ്ടത്. അപ്പോഴും ഞാൻ ഓർത്തത്, ഞാനിപ്പോൾ താമസിക്കുന്ന ബാംഗ്ലൂർ ആയതുകൊണ്ട് അതിൻ്റെ തെക്ക് ഭാഗത്താണ്, ആലപ്പുഴ തെക്കോട്ട് തന്നെ വന്നു. ഞാൻ പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നുണ്ടായിരുന്നു. ഒരു ദിവസം പോലും മുടങ്ങാതെ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എൻ്റെ ജോലിയിൽ ഞാൻ ആഗ്രഹിച്ചതുപോലൊരു മാറ്റം എനിക്ക് സംഭവിച്ചു. സ്ഥലത്ത് തന്നെ, അതേ തലസ്ഥാനത്ത് തന്നെയാണ് മാറ്റം സംഭവിച്ചത്. എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്ഫർ, ഒരു പ്രൊമോഷന്, ശമ്പളത്തോടു കൂടി വലിയ ഒരു 5 അക്ക സംഖ്യയിൽ നിന്ന് 6 അക്ക സംഖ്യയിലോട്ട് കടന്നിട്ടുള്ള വലിയൊരു പ്രൊമോഷനും ഒരു ട്രാൻസ്ഫറും കൂടെ എനിക്ക് സംഭവിച്ചു. അങ്ങനെ 3 മാസം ആവാത്തത് കൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വരണമെന്ന് വിചാരിക്കുമ്പോഴേ എനിക്ക് തടസ്സങ്ങൾ വരാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് എങ്ങനെ ഞാൻ മാതാവിന് പെട്ടെന്നൊരു നന്ദി പറയും, അതൊരു പ്രേക്ഷിത വേലയും കൂടെ ആവണം എന്ന് വിചാരിച്ചതുകൊണ്ട് ഞാൻ കഴിഞ്ഞ മാസം 9-ാം തീയതി ഈ കഴിഞ്ഞ മാസം 9-ാം തീയതി തന്നെ ഞാൻ പെട്ടെന്ന് പത്രത്തിലൊന്ന് പരസ്യം ചെയ്തൊരു നന്ദി അറിയിക്കാമെന്ന് കരുതി ബാംഗ്ലൂർ എഡിഷൻ മലയാള മനോരമ പേപ്പറിൽ ഞാൻ പരസ്യം ചെയ്ത് ഞാൻ മാതാവിനെ നന്ദി അറിയിക്കുകയും ചെയ്തു. വീണ്ടും വൻ കാര്യങ്ങൾ, അത് മാത്രമല്ല, ആത്മീയമായിട്ട് പ്രാർത്ഥനയിലൂടെ മുന്നേറുവാൻ ദൈവം എനിക്ക് സാഹചര്യങ്ങൾ ഒരുക്കി തന്നു. കാരണം അത്രത്തോളം ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ വിടുതൽ മറ്റുള്ളവരിൽ കാണുന്നത്, എൻ്റെ കുടുംബത്തിൽ മറ്റുള്ളവരിൽ പ്രതിഫലിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. സമാധാനം കുറവുള്ള ഭവനമായിരുന്നു. കാരണം ഞാൻ മാത്രം പ്രാർത്ഥിച്ചാൽ എൻ്റെ കുടുംബത്തിൽ ഒരുപാട് സമാധാനങ്ങൾ അടുത്ത് വരുന്നുണ്ട്, നല്ലപോലെ കാണുന്നുണ്ട്. ഇതെല്ലാമാണ് എനിക്ക്. അതുകൊണ്ട് തന്നെ പത്രത്തിൽ പരസ്യം ചെയ്തെങ്കിലും 3 മാസം ആവുന്നതിന് മുമ്പ് കിട്ടുന്ന ആദ്യത്തെ സമയത്ത് തന്നെ വന്ന് സാക്ഷ്യം പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇവിടത്തേക്കിന് വന്നതും മാതാവിൻ്റെ തിരുപ്പാദത്തിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറയുന്നതും.